മക്കളെ നമസ്കാരം. നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രബിലിറ്റി ലബേക്ക് ഇൻറ്റഗ്രബിലിറ്റി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കളക്ഷൻ ഓഫ് ഫങ്ഷൻസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു എഫ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ഓൺ എ മെഷറബിൾ സെറ്റ് ഇ തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് അതിനെ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റുക? അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ, അതിലെ എല്ലാ ഫങ്ഷൻസിനെയും സ്മോൾ പോർഷനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മോൾ വാല്യൂസ് കിട്ടുമെന്നാണ് അർത്ഥം. അതായത് ഈയുടെ ഏത് സ്മോളർ സബ്സെറ്റുകൾ എടുത്ത് അതിൻ്റെ മെഷർ സ്മോളർ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വരുന്ന ഇൻറ്റഗ്രൽ ഓവർ ദാറ്റ് സെറ്റ് ഈസ് ആൾസോ ലെസ് ദാൻ സംതിങ്. അതായത് അത് നെഗ്ലിഗിബിൾ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് പോസിറ്റീവ് ക്വാണ്ടിറ്റി എപ്സിലോൺ there is a delta, and for any a subset of E with measure of A is less than delta implies integral over a mod of less than epsilon. അതായത് ഈയുടെ ഒരു സബ്സെറ്റായിട്ടുള്ള എയുടെ മെഷർ ഡെൽറ്റയേക്കാൾ കുറവാണെങ്കിൽ ഈ എയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റഗ്രലിൻ്റെ മോഡഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നത് കളക്ഷനോ നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇക്വി കണ്ടിന്യൂറ്റി, യൂണിഫോം കണ്ടിന്യൂറ്റിയേക്കാൾ നല്ല വാക്കാണ് ഇക്വി കണ്ടിന്യൂറ്റിയുടെ കേസ് പോലെയാണ് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി. ഇക്വി കണ്ടിന്യൂറ്റി പറയുമ്പോഴും കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് തന്നെയാണ് നമ്മൾ പറയാറ്. അതുപോലെ യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറയുന്ന കേസിലും നമ്മൾ കളക്ഷൻ ഓഫ് ഫങ്ഷനാണ് പറയുന്നത്. അതുപോലെ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഫങ്ഷനിലുള്ള എല്ലാ ഫങ്ഷൻസും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ഈ കളക്ഷനെ നമ്മൾ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ എന്ന് വിളിക്കും. ഓക്കെ, ആ ഫാമിലിനെയാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ജി ഒരു ഇപ്പോൾ ഒരു എക്സാമ്പിൾ വേണം, അതിനുവേണ്ടി ഒരു ജി ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻ ആണെന്ന് എടുത്തു. അതിനർത്ഥം ഇൻറ്റഗ്രൽ ഓവർ ഈ മോഡ് ജി എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ജി തന്നെ എഴുതിയാൽ മതി. ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും വാല്യൂ. ആൻഡ് യൂസിങ് ദിസ് ജി വി ക്യാൻ ഡിഫൈൻ എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് വിച്ച് ആർ ഡോമിനേറ്റഡ് ബൈ ജി കൊണ്ട് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഫങ്ഷൻസിൻ്റെ കളക്ഷൻ, മെഷറബിൾ ഫങ്ഷൻസിൻ്റെ കളക്ഷൻ ഓൺ ഇ ആണ് എടുക്കുന്നത്. അതായത് ഈ കളക്ഷൻ എപ്പോഴുള്ള ഓരോ ഫങ്ഷനും ഇയിൽ നിന്ന് എക്സ്റ്റൻഡ് റിയൽ സിസ്റ്റത്തിലേക്കാണ്. കൂടാതെ ആ ഓരോ ഫംഗ്ഷൻ്റെയും മോഡുലസ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഡോമിനേറ്റഡ് കൺവേഴ്സ് തിയറത്തിലേക്ക് നമുക്ക് പറയാം. ലബേക്ക് ഡോമിനേറ്റഡ് കൺവേഴ്സ് തിയറം പ്രകാരം നമുക്ക് ഇതിൽ ഈ കളക്ഷനുള്ള ഓരോ ഫംഗ്ഷൻസും ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആയിരിക്കും. കാരണം ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് ജി ആണ് by monotonic property, but that is less than infinity. That means each function is integrable over E ആയിരിക്കും. അപ്പോൾ ഈ കളക്ഷനുള്ള ഓരോരുത്തരും ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ഒരു പ്രൊപ്പോസിഷൻ 23 പഠിച്ചു. 23 പ്രകാരം നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട്, നോൺ നെഗറ്റീവുമാണ് ഇൻറ്റഗ്രബിളും ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജി എന്ന ഫംഗ്ഷൻ എന്തുകൂടി ആയിരിക്കും, അതായത് ആ ഫംഗ്ഷൻ ഈ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റിയുടെ കണ്ടീഷൻ ആ പ്രൊപ്പോസിഷൻ 23 സാറ്റിസ്ഫൈ ചെയ്യും. അതായത് എഫ് ഈസ് ഇൻറ്റഗ്രബിളോ, എഫിന് പകരം ഇവിടെ ജി ആണ് എടുക്കുന്നത്. റീപ്ലേസ് എഫ് ബൈ ജി ഇൻ 23 ജി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോർ കറസ്പോണ്ടിങ് ടു ഈച്ച് എപ്സിലോൺ ദർ ഈസ് എ ഡെൽറ്റ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് ജി ലെസ് ദാൻ എപ്സിലോൺ. മോഡ് ജീന്ന് എഴുതേണ്ട ആവശ്യമില്ല, ജി ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടുന്നു. പക്ഷേ നമുക്കറിയാം, തൊട്ട് മുന്നുള്ള കാര്യം അറിയാം, ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എ ജി ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് മീൻസ് എവറി മെമ്പർ ഓഫ് ദിസ് കളക്ഷൻ സാറ്റിസ്ഫൈസ് എ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി. ദാറ്റ് മീൻസ് ദിസ് ഫാമിലി ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഒരു ഫൈനൈറ്റ് കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റഗ്രബിലിറ്റിയിൽ നിന്ന് തന്നെ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി കിട്ടുമെന്നാണ് പ്രൊപ്പോസിഷൻ 24 പറയുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻ 24 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊപ്പോസിഷൻ 24 പറയുന്നത് തന്നിരിക്കുന്ന കളക്ഷൻ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഇൻറ്റഗ്രബിൾ ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. യൂണിഫോം അല്ല, ഇൻറ്റഗ്രബിൾ ആണ് തന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കളക്ഷൻ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് F1 F2 എക്സെട്ര Fn ബി എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് വിച്ച് ആർ ഇൻറ്റഗ്രബിൾ ഓവർ ഇ. വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് കളക്ഷൻ, ഈ കളക്ഷൻ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയണം. അതിൻ്റെ സ്ക്രിപ്റ്റ് എഫ് എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ. യൂണിഫോംലി ഇൻറ്റഗ്രബിൾ എടുക്കണമെങ്കിൽ ഏത് എപ്സിലോൺ എടുത്താലും സം ഡെൽറ്റ കിട്ടണമെന്നാണ്. ഇവിടെ F1 F2 എക്സെട്ര Fk ആർ ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 23 പ്രകാരം നമുക്ക് പറയാൻ പറ്റും ഓരോ ഫംഗ്ഷൻ, ഇപ്പോൾ kth ഫംഗ്ഷൻ ആണെങ്കിൽ kth ഫംഗ്ഷന് വേണ്ടി corresponding to epsilon greater than 0 there is a delta k greater than 0 such that for if
A is any measurable subset of E with the measure of A is less than delta k implies integral over a mod fk less than epsilon. ഇത് ഓരോ ഫംഗ്ഷനും വർക്ക് ചെയ്യും. F1-നും F2-നും അപ്പ് Fn വരെ ഇത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ 1 ഡെൽറ്റ 2 എക്സെട്ര ഡെൽറ്റ n നമ്പേഴ്സിൻ്റെ മിനിമം എടുത്തു കഴിഞ്ഞാൽ മിനിമം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് എയിലും, അതായത് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ മീൻസ് മെഷർ ഓഫ് എ മസ്റ്റ് ബി ലെസ് ദാൻ ഡെൽറ്റ 1 ഡെൽറ്റ 2 അപ് ടു ഡെൽറ്റ കെ വരെ വർക്ക് ചെയ്യും. ദെൻ ഓരോ ഫംഗ്ഷൻ്റെ കേസിലും ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് കെ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി കെ വേരിയസ് ഫ്രം 1 to n ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം ഈ ഡെൽറ്റയ്ക്ക് വേണ്ടി എല്ലാ ഫംഗ്ഷനും ഈ എപ്സിലോണിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ കളക്ഷൻ എന്ന് പറയുന്നത് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആയിരിക്കും. പ്രൊപ്പോസിഷൻ 24 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിക്കുക. ഈ പ്രൊപ്പോസിഷൻ 24 നിന്ന് ഇങ്ങനെ ഒരു ഫൈനൈറ്റ് കളക്ഷൻ ഇൻറ്റഗ്രബിലിറ്റിയിൽ നിന്ന് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി കിട്ടും. പക്ഷേ ഈ കളക്ഷനിലുള്ള മെമ്പേഴ്സ് ഫോർ ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു F1 F2 എക്സെട്ര യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണെന്ന് കരുതിയിട്ട് റിവേഴ്സ് ഉണ്ടാവണമെന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ഇൻറ്റഗ്രബിലിറ്റിയിൽ നിന്ന് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി കിട്ടിയെന്നാണ് പറഞ്ഞത്. പക്ഷേ യൂണിഫോം ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് കളക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ കളക്ഷൻ എന്താവണമെന്നില്ല, ആ കളക്ഷനിലുള്ള മെമ്പേഴ്സ് ബട്ട് നോട്ട് ദാറ്റ് മെമ്പേഴ്സ് ഓഫ് എഫ് നീഡ് നോട്ട് ബി ഇൻറ്റഗ്രബിൾ ഓവർ. ഇൻറ്റഗ്രബിൾ ആവണം എന്ന് നിർബന്ധമില്ല. എഫ് ആവുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇൻറ്റഗ്രബിലിറ്റി പറയുന്ന ഓരോ ഫംഗ്ഷനാണ്, യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി ആ കളക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഒരു കളക്ഷൻ എടുത്തു F1 F2 F3 3 മെമ്പേഴ്സാണ്. ഒന്ന് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഒന്ന് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, ഒന്ന് പരാബോളിക് ഫംഗ്ഷൻ. ഡൊമൈൻ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കളക്ഷനുള്ള ഫൈനൈറ്റ് കളക്ഷൻ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കളക്ഷനിൽ ഓരോ കേസിലും നമുക്ക് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി ഡയറക്റ്റ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കളക്ഷനുള്ള ഒരു ഫംഗ്ഷനും ഇൻറ്റഗ്രബിലിറ്റി ഇല്ല. കാരണം ഇതിൻ്റെ എല്ലാം ഇൻറ്റഗ്രൽ വാല്യൂ ഓവർ R എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓവർ ഇ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആവുന്നതുകൊണ്ട് ഇത്തരം ഈ ഒരു ഫംഗ്ഷനും ഇൻറ്റഗ്രബിൾ ആവുന്നില്ല. ബട്ട് ഇവരെല്ലാവരും യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആവുന്നുണ്ട് താനും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നോക്കുക. ഇനി അടുത്തത് അസ്യൂം ദാറ്റ് ഇ ഹാസ് വളരെ പ്രൊപ്പോസിഷൻ 25 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി ഉള്ള ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റും ഇൻറ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എഫൻസ് എന്ന് പറയുന്ന യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ആൻഡ് ദ കൺവേർജസ് ടു എഫ് പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവരിവർ. ദെൻ ദ ലിമിറ്റ് എന്ന് പറയുന്നാൽ ഇൻറ്റഗ്രബിൾ ആയിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ എഫൻസ് ഇവിടെ ഇൻറ്റഗ്രബിൾ ആണോ ഇൻറ്റഗ്രബിൾ അല്ലയോ നമുക്കറിയില്ല. എഫൻസ് പക്ഷേ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈയുടെ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആദ്യം പഠിച്ച ഒരു തിയറം പ്രകാരം ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ ഇൻറ്റഗ്രബിലിറ്റി കൂടി എഫൻസിന് ഉണ്ടാവുമെന്ന് കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ മെഷർ ഓഫ് ഈ ഫൈനൈറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ കളക്ഷനുള്ളവർ യൂണിഫോംലി ഇൻറ്റഗ്രബിലിറ്റിയും മറ്റേ ടൈമിൽ ഇൻറ്റഗ്രബിലിറ്റിയും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുക. ദാറ്റ് മീൻസ് എഫൻസ് ദ കളക്ഷൻ എഫൻ ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആൻഡ് ഈച്ച് എഫൻ ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ കൂടിയായിരിക്കും. ഓക്കെ, ആൻഡ് എഫ് എൻ ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവരിവർ ഓൺ ഇ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഇൻറ്റഗ്രബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എഫ് ഈസ് ഈക്വൽ ടു എഫ് എൻ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ വിത്ത് മെഷർ ഓഫ് ഇ ഫൈനൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി ഡെഫിനിഷൻ പ്രകാരം ഏത് എപ്സിലോണും ഒരു ഡെൽറ്റ കിട്ടുന്നതാണ്. ഇവിടെ എപ്സിലോൺ ഈക്വൽ ടു 1 ചൂസ് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എ ഡെൽറ്റയ്ക്ക് ഡെൽറ്റ നോട്ട് എന്ന് പേര് കൊടുത്തു. ആൻഡ് ഫോർ എനി സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ഈസ് ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ദെൻ ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഈക്വൽ ടു 1 ഫോർ ആൾ എഫ് എൻ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. ദെൻ ബൈ ലെമ്മ 22 ഒരു സെറ്റിൻ്റെ മെഷർ ഫൈനൈറ്റും ഒരു പോസിറ്റീവ് നമ്പറും ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈക്കൊരു പാർട്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്റ്റൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സബ്സെറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും E1 E2 എക്സെട്ര EN ആൻഡ് ഈച്ച് ഹാസ് മെഷർ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഇ ക്യാൻ ബി റിട്ടൺ ആസ് ഫൈനൈറ്റ് യൂണിയൻ ഓഫ് E1 E2 എക്സെട്ര EN with measure of EK is less than delta naught for every k varies from 1 to n and they are pairwise disjoint ആയിരിക്കും. This implies integral over E mod fn is equal to integral over the union mod fn. പക്ഷേ കണ്ടിന്യൂറ്റി ഓഫ് അഡിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ കെ വേരിയസ് ഫ്രം 1 to n ഇൻറ്റഗ്രൽ ഓവർ ഇ കെ മോഡ് എഫ് എൻ ദാറ്റ് ഈസ് ലെസ് ദാൻ സിഗ്മ കെ വേരിയസ് ഫ്രം 1 to n 1 എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു n ആണ്. പക്ഷേ ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി മീൻസ് നമുക്കറിയാം ഈച്ച് എഫ് എൻ ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തിയർ അപ്ലൈ ചെയ്തിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി എഫ് എൻ ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവരിവെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫാറ്റോസ് ലെമ്മ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ഉണ്ടെങ്കിൽ ഫാറ്റോസ് ലെമ്മ പ്രകാരം കാരണം എഫ് എൻസ് ആർ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. എഫ് എൻ ടെൻസ് ടു എഫ് ആണ്. ദെൻ ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് മോഡ് എഫ് എൻ
ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ എ നമുക്ക് ഡയറക്റ്റ് തന്നെ കിട്ടുന്നു. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിയറം വരുന്നത്. ഈ പറയുന്ന എഫ് എൻസ് യൂണിഫോംലി ഇൻറ്റഗ്രബിളും എഫ് എൻ ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസും ആണെങ്കിൽ നമ്മൾ എഫ് ഇൻറ്റഗ്രബിൾ ആണെന്ന് തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു. കൂടാതെ ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് വിറ്റലി കൺവേർജൻസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ചെയ്തു ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണെന്നും എഫ് എൻ ടെൻസ് ടു എഫ് പോയിൻറ്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവെയർ ആൻഡ് എഫ് എൻസ് ആർ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ, ദെൻ ബൈ ദ ലാസ്റ്റ് പ്രൊപ്പോസിഷൻ 25 എഫ് ഈസ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇനി എഫ് ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണെങ്കിൽ പ്രൊപ്പോസിഷൻ 15 പ്രകാരം എഫ് ഈസ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ ആണെന്നറിയാം. കൂടാതെ ഇത് എക്സിസ്റ്റ് ആണ് ഇ നോട്ട് സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് ഇ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ എഫ് ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരി ഇത്തരം റിസൾട്ട് നമുക്ക് അറിയുന്നത്. അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി എഴുതി വയ്ക്കുന്നത്. നൗ കൺസിഡർ ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് എൻ മൈനസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ മൈനസ് എഫ്. അത് ലീനിയറിറ്റി അപ്ലൈ ചെയ്തു. നൗ ദി മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ മൈനസ് ഇൻറ്റഗ്രൽ ഓവർ. അപ്പോൾ നമുക്ക് ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ചെയ്യണം. അതിന് വേണ്ടിയാണ് ആ മോഡുലസ് ഡിഫറൻസ് എടുക്കുന്നത്. ഷുഡ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് ലീനിയറിറ്റി ഉള്ളിൽ അപ്ലൈ ചെയ്തു. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മോഡ്. അത് ഇൻറ്റഗ്രൽ കമ്പാരിസൺ ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 കിട്ടിയത് അങ്ങനെയാണ്. For a be measurable subset of E, then for each n element of n, we have integral over fn minus integral over f is less than or equal to integral over fn minus f. ഇനി ഇ എന്ന സെറ്റിനെ നമ്മൾ എ എന്ന സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതാം. ഇ മൈനസ് എ യൂണിയൻ എ എന്ന് എഴുതാൻ പറ്റും. അതിനുശേഷം അഡിറ്റിവിറ്റി ഓവർ ഡൊമൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് എഫ്. ഇനി അതിന് 3 സ്പ്ലിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടേമിനെ നമുക്ക് 2 സ്പ്ലിറ്റ് ചെയ്യാം ട്രയാങ്കിൾ ഇനീക്വാളിറ്റി യൂസ് ചെയ്തുകൊണ്ട്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ മൈനസ് എ മോഡ് എഫ് എൻ മൈനസ് എഫ് പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ മൈനസ് മോഡ് എഫ് എൻ പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ്. ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയാണ് ഇക്വേഷൻ 2 വേണ്ടി യൂസ് ചെയ്തെന്ന് ഓർക്കുക. ഓക്കെ, ഇത് പിന്നീട് ഉപയോഗിക്കാനുള്ള റിസൾട്ടുകളാണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഗിവൺ എഫ് എൻസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ബൈ ദ ഡെഫിനിഷൻ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that for any measurable subset A of E with measure of A less than delta implies integral over A mod f n less than epsilon by 3. അതായത് അതിനകത്തെ രണ്ടാമത്തെ ടേം ഇക്വേഷൻ 2 രണ്ടാമത്തെ ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 എന്ന് കിട്ടുന്നു. ഇനി എഫ് എൻ പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ആണെങ്കിൽ ഫൈഡോസ് ലെമ്മ പ്രകാരം ഇൻറ്റഗ്രൽ ഓവർ മോഡ് എഫ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ആണെന്നറിയാം. ഇനി ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആണെങ്കിൽ ലിമിറ്റ് ഇൻഫീരിയറും ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3. ദാറ്റ് മീൻസ് ഇക്വേഷൻ 2 ലാസ്റ്റ് ടേം ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ബൈ. അപ്പോൾ 2 ടേമുകളുടെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ ആദ്യത്തെ ടേമിനെ കുറിച്ചാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ എഫ് എൻ റിയൽ വാല്യൂഡ് ആണ്. സിൻസ് എഫ് എൻ ഈസ് റിയൽ വാല്യൂഡ് ആൻഡ് ഇ ഹാസ് ഫൈനൈറ്റ് മെഷർ, ദെൻ ബൈ എഗ്രോസ് തിയറം, നമ്മൾ എഗ്രോസ് തിയറം പഠിച്ചിട്ടുണ്ട്. ഈ പോയിൻറ്റ് വൈസ് കൺവേർജൻസ് ഒരു മെഷറബിൾ സബ്സെറ്റിൻ്റെ ഉള്ളിൽ എന്തുകൂടിയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിഫോം കൺവേർജൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 there is a measurable subset E naught of E with measure of E naught less than delta and f n tends to f uniformly on E minus E naught. അപ്പോൾ അതിലല്ലാത്ത കേസിൽ മെഷർ യൂണിഫോം കൺവേർജൻസ് ഉണ്ടാകുമെന്നാണ് പഠിച്ചത്. ഓക്കെ, ദിസ് ഇംപ്ലൈസ് ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് കൺവേർജൻസ് യൂണിഫോമിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അവർ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ സം എപ്സിലോൺ ആൻഡ് ദിസ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം എൻ എന്ന് പറയുന്നു. ഈ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ഇൻഡിപെൻഡൻറ്റ് ചോയ്സ് ഓഫ് ദി പോയിൻറ്റ്സ് ആണ് എന്നാണ് യൂണിഫോം കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ. അപ്പോൾ മോഡ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ എന്നുള്ളത് നമ്മൾ ആവശ്യത്തിന് വേണ്ടി ചൂസ് ചെയ്യുകയാണ്. ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ ഓൺ ഇ മൈനസ് ഇ നോട്ട്. യൂണിഫോം കൺവേർജൻസ് ഉള്ള സ്ഥലത്തെയാണ് എഴുതിയത്. ബട്ട് എ ഈക്വൽ ടു എ നോട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2 എ ഈക്വൽ ടു ഇ നോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെഷർ ഓഫ് ഇ നോട്ട് ലെസ് ദാൻ ഡെൽറ്റയാണെന്ന് കിട്ടുന്നു. therefore 2 becomes modulus of integral over f n minus integral over f less than or equal to integral over e minus e naught mod f n minus f plus integral over e naught mod f n plus integral over e naught mod f n mod f ആണ് അത്. ഓക്കെ, അതിൽ മൂന്നാമത്തെ ടേം ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 രണ്ടും എപ്സിലോൺ ബൈ 3. അപ്പോൾ എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ നോട്ട് എന്ന് കിട്ടും. അടുത്തത് എപ്സിലോൺ ബൈ 3 ഇൻറ്റു മെഷർ ഓഫ് ഇ നോട്ട് എന്ന് കിട്ടും. നെക്സ്റ്റ് കേസിൽ നമുക്ക് വരുന്നത് എപ്സിലോൺ ബൈ 3 ടൈംസ് മെഷർ ഓഫ് ഇ ഇൻറ്റു മെഷർ ഓഫ് ഇ മൈനസ് ഇ നോട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഇ മൈനസ് ഇ നോട്ട് എന്ന് പറയുന്ന ഇയുടെ സബ്സെറ്റാണ്. അപ്പോൾ മെഷർ ഓഫ് വാല്യൂ ആൾവേസ് ലെസ് ദാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് മെഷർ ഓഫ് ഇ മൈനസ് ഇ നോട്ട് ഡിവൈഡഡ് ബൈ മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് കിട്ടും? ഈ മെഷർ ഓഫ് ഇസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ
നമുക്ക് കിട്ടുന്നത് ε/3 പ്ലസ് ε/3 പ്ലസ് ε/3 എന്ന രൂപത്തിലേക്ക് വരും. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. ദെർഫോർ മോഡുലസ് ഓഫ് ദി ഡിഫറൻസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ മീൻസ് ദ കൺവേർജൻസ് ഈസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. കൺവേർജൻസ് സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് ദി ഇൻറ്റഗ്രലും ഇൻറ്റഗ്രൽ ഓഫ് ദ ലിമിറ്റും ഈക്വൽ ആണെന്ന് അർത്ഥം. അതിന് ദാറ്റ് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ എഫ് എൻ ടെൻസ് ടു ഇൻറ്റഗ്രൽ ഓവർ എഫ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പുറത്തേക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ കൺവേർജൻസ് ഇവിടെ പ്രൂവ് ചെയ്ത് വിറ്റലി കൺവേർജൻസ് തിയറമാണ്. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വിറ്റലി കൺവേർജൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എച്ച് എൻ എന്ന് പറയുന്നത് അത് ഇൻറ്റഗ്രബിൾ കൂടിയാണ്. എച്ച് എൻ ടെൻസ് ടു എച്ച് കോൺഗ്രുവൻറ്റ് ടു 0. ദെൻ ലിമിറ്റ് ആൻഡ് ഇൻറ്റഗ്രൽ ആർ ഇൻ്റർചേഞ്ചബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എച്ച് എൻ ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ. അതായത് ഇൻറ്റഗ്രബിൾ കളക്ഷനേ തന്നിട്ടുള്ളൂ, യൂണിഫോം ഇൻറ്റഗ്രബിൾ ആണ് തന്നിട്ടില്ല. എച്ച് എൻസ് ഇൻറ്റഗ്രബിൾസ് ആണ്, നോൺ നെഗറ്റീവ് ആണ്. ആൻഡ് എച്ച് എൻ ടെൻസ് ടു എച്ച് എങ്കിൽ ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആവണമെങ്കിൽ അത് 0ലേക്കാണ് പോകുന്നത്, പ്രത്യേകം ഓർക്കുക. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എച്ച് എൻ ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ. അപ്പോൾ രണ്ട് കേസും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. ആദ്യം തന്നിരിക്കുന്നത് എച്ച് എൻ എന്ന് പറയുന്ന നോൺ നെഗറ്റീവ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. കൂടാതെ എച്ച് എൻ ടെൻസ് ടു എച്ചും തന്നിട്ടുണ്ട്, പോയിൻറ്റ് വൈസ് ആൾമോസ്റ്റ് എവരിവർ. ഇനി ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി തിരിച്ചാണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് എച്ച് എൻ കളക്ഷൻ എച്ച് എൻ ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ എന്ന് എടുക്കുന്നു. ഇനി യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണെന്ന് വിറ്റലി കൺവേർജൻസ് തിയറം പറയുന്നു. ദാറ്റ് മീൻസ് ലിമിറ്റ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്തു ലിമിറ്റും ഇൻറ്റഗ്രലും ഇൻ്റർചേഞ്ചബിൾ ആണ്, ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കളക്ഷൻ എച്ച് എൻ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയണം. അതിനുവേണ്ടി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് ചൂസ് ചെയ്തു. ഇനി നമുക്കറിയാം ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇൻറ്റഗ്രൽ ഓവർ എച്ച് എൻ്റെ വാല്യൂ 0 ആണെന്ന് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ എച്ച് എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ ഫോർ ആൾ എൻ ഗ്രേറ്റർ ഈക്വൽ ടു സം എൻ എന്ന് എഴുതാൻ പറ്റും. ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തതാണ്. ദിസ് ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ ഓവർ എച്ച് എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. കാരണം 0 മൈനസ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ എച്ച് എൻസ് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ വാല്യൂ ആൾവേസ് നോൺ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് മോഡുലസ് ഇല്ലാതായത്. ദാറ്റ് മീൻസ് ഇൻറ്റഗ്രൽ ഓവർ എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ കിട്ടും. ഇനി എച്ച് എൻ നോൺ നെഗറ്റീവ് ആണ് തന്നിട്ടുണ്ട്. ഫോർ ഈച്ച് മെഷറബിൾ സബ്സെറ്റ് എ ഓഫ് ഇ വിത്ത് ഇൻറ്റഗ്രൽ ഓവർ എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈയുടെ കേസിൽ തന്നെ ഇൻറ്റഗ്രൽ എച്ച് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഈയുടെ ഏത് സബ്സെറ്റ് എടുത്താലും ഇത് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള കേസ് ഏത് ഡെൽറ്റ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. കറസ്പോണ്ടിങ് ടു എനി പോസിറ്റീവ് ഡെൽറ്റ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ ഓവർ എ എച്ച് എൻ ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഇ എച്ച് എൻ ആയിരിക്കും. കാരണം ഈ എയേക്കാൾ വലുതായതുകൊണ്ട് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ ഉപയോഗിച്ചു. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് nth ടേം മുതലാണ് വർക്ക് ചെയ്യുക. ക്യാപിറ്റൽ nth ടേം മുതൽ, അതായത് ക്യാപിറ്റൽ N, N+1 അങ്ങനെയുള്ള ടേം മുതലുള്ള എല്ലാ ഫംഗ്ഷൻസും യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ദ കളക്ഷൻ എച്ച് എൻ വേരിയേസ് ഫ്രോം ക്യാപിറ്റൽ N ടു ഇൻഫിനിറ്റി ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ കിട്ടുന്നു. പക്ഷേ ഇതിൽ ആദ്യത്തെ n ടേംസിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നെക്സ്റ്റ് വി ക്ലെയിം ദാറ്റ് ഫസ്റ്റ് n ടേംസ് ആർ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എച്ച് എൻസ് ഇൻറ്റഗ്രബിൾ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഈയുടെ മെഷർ ഫൈനൈറ്റുമാണെങ്കിൽ പ്രൊപ്പോസിഷൻ 23, 24 പ്രകാരം നമുക്കറിയാം കളക്ഷൻ എച്ച് എൻ ഈസ് യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ഓവർ ഇ ആണ് നമുക്കറിയാം. അപ്പോൾ യൂണിഫോം ഇൻറ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ഡെൽറ്റ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ ഈസ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇൻറ്റഗ്രൽ ഓവർ എ മോഡ് എച്ച് എൻ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ഈക്വൽ ടു 1 to n. അപ്പോൾ 1 to n വരെയുള്ള കേസിന് നമുക്ക് ഇവിടെ ഡെൽറ്റ ഉപയോഗിച്ചു. ഇതേ ഡെൽറ്റ നമുക്ക് തൊട്ട് മുകളിലുള്ള ആദ്യത്തെ n മുതൽ ഇൻഫിനിറ്റി വരെയുള്ള കേസിന് ഉപയോഗിക്കാം. കാരണം n മുതൽ ഇൻഫിനിറ്റി വരെ ഏത് ഡെൽറ്റ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡെൽറ്റ തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഹോൾ കളക്ഷൻ എച്ച് എൻ ഫ്രം n വേരിയസ് ഫ്രം 1 to ഇൻഫിനിറ്റി തന്നെ യൂണിഫോംലി ഇൻറ്റഗ്രബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ നല്ല ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക.